മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈ വചന ശുശ്രൂഷാ സമയത്ത് കർത്താവിൻ്റെ വലിയ സാന്നിധ്യ സ്മരണയിൽ ആയിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 15-ാം തിരുവചനം. വലിയ നേതാവായ മൂശ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. പശ്ചാത്തലം ഇതാണ്: ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലാണ്. അവർ ഇപ്പോൾ ആയിരിക്കുന്നത് സീനായ് മലയിൽ വലിയ ദൈവിക അനുഭവത്തിലാണ്. കൽപ്പനകൾ സ്വീകരിച്ച് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് അവർ വീണ്ടും യാത്ര തുടരാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് നേതാവായ മോശയുടെ അഭ്യർത്ഥന കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്: അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സാന്നിധ്യമാണ് മോശ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിരന്തരമായിരിക്കുവാൻ നേതാവായ മോശ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവെന്ന് ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അങ്ങയുടെ സാന്നിധ്യമാണ് എനിക്ക് ശക്തി തരുന്നത്. അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുകയില്ല എന്ന്, ഈ ജനത്തെ നയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മോശ കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു: ഞാൻ നിൻ്റെ കൂടെ വരിക തന്നെ ചെയ്യും. വലിയ സാന്നിധ്യത്തിൻ്റെ അടയാളമായി നമ്മൾ തിരിച്ചറിയുന്നു. പകൽ മുഴുവൻ മേഘസ്തംഭമായി, രാത്രി മുഴുവൻ അഗ്നിസ്തംഭമായി കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും അവർ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത്, സാന്നിധ്യ സ്മരണയിൽ കഴിയുക എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യ സ്മരണ കാക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നും, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് എളുപ്പം ഓടി അകലുവാനായിട്ട് സാധിക്കും. ഹെബ്രായ ഭാഷയിൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: മുഖത്തോട് മുഖം ദൈവവുമായി ആയിരിക്കുക. വ്യക്തിപരമായിട്ടുള്ള ഒരനുഭവത്തിൽ നിന്ന് മുഖത്തോട് മുഖം ആയിരിക്കുക. ഇതാണ് ഹെബ്രായ ഭാഷയിൽ പാനിം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ദൈവവുമായി
ഒന്നായിരിക്കുന്ന അനുഭവം, ആ അനുഭവത്തിൽ നിന്ന് ഒരിക്കലും എന്നെ മാറ്റരുതേ എന്നുള്ളതായിരുന്നു പൂർവ്വപിതാക്കന്മാരുടെ അഭ്യർത്ഥന. എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണ കാക്കുവാൻ വേണ്ടി വിശുദ്ധനായ ബ്രദർ ലോറൻസ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കുശിനിപ്പണിക്കാരനായിരുന്നു ബ്രദർ ലോറൻസ്. പക്ഷേ പണിയുടെ വ്യഗ്രത മൂലം ഞാൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയോ എന്ന് സംശയിക്കുന്ന നിമിഷം ലോറൻസ് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി തിരിച്ചു കൊണ്ടുവരുവാൻ ഞാൻ മുട്ടുകൾ മടക്കും, നിലം ചുംബിക്കും. ഞാൻ മുട്ടുകൾ മടക്കി നിലം ചുംബിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു രാജാവിനെ പോലെയാണ്. ഒരു രാജാവിനെ പോലെ ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചു കൊണ്ടുപോകുന്ന ബ്രദർ ലോറൻസ്. പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവ സാന്നിധ്യം ഓർക്കാനായിട്ട് സാധിക്കുമെന്ന് വിശുദ്ധർ നമ്മെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അതിനുവേണ്ടി 4 മാർഗങ്ങളാണ് പ്രത്യേകമായി ദൈവ സാന്നിധ്യ സ്മരണയിൽ ഒരു വ്യക്തി ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് സഹായിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഒന്നാമതായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവ സാന്നിധ്യമുണ്ട് എന്നത് തിരിച്ചറിയുക. നിന്റെ കൂടെ ദൈവം ഉണ്ട് എന്ന് നീ തന്നെ തിരിച്ചറിയുക. ആ ദൈവ സാന്നിധ്യത്തെ നീ വളർത്തുക. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് എന്ന് നീ തിരിച്ചറിയുക. ആ ദൈവ സാന്നിധ്യത്തെ നീ വളർത്തിക്കൊണ്ടിരിക്കുക. ദൈവ സാന്നിധ്യം കാക്കുവാൻ വേണ്ടി പഴയ കാലഘട്ടങ്ങളിലെല്ലാം സന്യാസികൾ ചെയ്തിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ 6 അടി മുന്നിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്ന സന്യാസിമാരെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ ശ്രദ്ധകളിലും ആകർഷണങ്ങളിലും പെടാതെ ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളത് വലിയ കൃപാവരമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് സാലസ് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നത്: ദൈവ സാന്നിധ്യമുണ്ട്, നിന്റെ കൂടെയുണ്ട് എന്ന് നീ തിരിച്ചറിയുക. അതിനെ വളർത്താനായിട്ട് പരിശ്രമിക്കുക. ചിലപ്പോൾ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും നീ നിന്റെ വിശ്വാസം കൊണ്ട് അത് ഏറ്റുപറയുക. ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവ സാന്നിധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നീ എപ്പോഴൊക്കെ ഏറ്റുപറയുന്നുവോ അത് നിന്നെ ദൈവ സാന്നിധ്യത്തിൽ വളരുവാനായി ഏറെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ദൈവവുമായി അടുത്ത് ഇടപഴകി ദൈവവുമായി സംസാരിക്കുന്ന അമ്മ ത്രേസ്യ. ഒരിക്കൽ യേശു സാന്നിധ്യം വളരെ ശക്തമായി അമ്മ ത്രേസ്യയ്ക്ക് ബോധ്യമാകുന്നു. അമ്മ ത്രേസ്യ അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നമുക്ക് ഏറ്റവും പരിചിതമായിരിക്കുന്നൊരു വ്യക്തി ഇരുട്ടിൽ വന്ന് നിന്നാൽ പോലും, ചിലപ്പോൾ ഇരുട്ടായിരിക്കാം, ആ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായ വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ പോലും നമുക്ക് ആ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ലേ? തൻ്റെ ദൈവദർശന അനുഭവം, യേശു സാന്നിധ്യ അനുഭവം കുമ്പസാരക്കാരനോട് അമ്മ ത്രേസ്യ വിവരിക്കുന്നുണ്ട്. തനിക്കുണ്ടാകുന്ന യേശു സാന്നിധ്യ അനുഭവം കുമ്പസാരക്കാരൻ ചോദിക്കുന്നുണ്ട്: നീ ഈശോയെ കാണുന്നത്
ഒരു വ്യക്തിയെ കാണുന്നത് പോലെയാണോ? അമ്മ ത്രേസ്യയ്ക്ക് കൃത്യമായി മറുപടി കൊടുക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതുപോലെ അമ്മ ത്രേസ്യയുടെ ജീവിത സാഹചര്യം, ജീവിതകഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ അമ്മ ത്രേസ്യ പറയുന്നു, ഞാനത് എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നു. ഒരു പ്രകാശധോരണി പോലെ അവൻ എൻ്റെ കൂടെ നിന്ന് അധ്വാനിക്കുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തി കൂടെ നിൽക്കുന്നത് പോലെയാണോ നിനക്ക് അനുഭവപ്പെടുന്നത് എന്ന് കുമ്പസാരക്കാരൻ ചോദിക്കുമ്പോഴും അതെ, അതുപോലെ തന്നെ. പക്ഷേ ആ ദൈവിക സാന്നിധ്യം ഞാൻ എപ്പോഴും തിരിച്ചറിയുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ യേശു സാന്നിധ്യം അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ അത് വളർത്തുവാൻ വിശുദ്ധ അമ്മ ത്രേസ്യ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില സാധാരണ മക്കൾ പ്രാർത്ഥനയിലായിരിക്കാനും ദൈവത്തെ ഓർക്കുവാനും ദൈവ സാന്നിധ്യത്തിലായിരിക്കാനും പരിശ്രമിക്കുന്നത് വളരെ രസാവഹമാണ്. ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥന അനുഭവം കിട്ടണമെങ്കിൽ, ദൈവ സാന്നിധ്യം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ യാത്രയിലും അത് സാധിക്കും. കൗതുകത്തോടെ ഞാൻ ചോദിച്ചു, എങ്ങനെയാണത്? അവർ പറഞ്ഞു, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റോഡിലൂടെ ഒരു ആംബുലൻസ് അതിന് ശബ്ദം മുഴക്കിക്കൊണ്ട് കടന്നു പോകുന്നുവെന്ന് വിചാരിക്കുക. ഉടനെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഉടനെ തന്നെ ഞങ്ങളൊരു നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലും. അവർ ദൈവ സാന്നിധ്യ സ്മരണ കൊണ്ടുവരുന്നത്, പ്രാർത്ഥിക്കുന്നത് വളരെ ലളിതമായ സാഹചര്യത്തിലാണ്. അവർ തുടർന്ന് പറഞ്ഞു, ഈ ആംബുലൻസിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മരണത്തോട് മല്ലടിക്കുന്നൊരു രോഗിയായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും വൈദ്യസഹായം ആവശ്യപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സഹായം ആ വ്യക്തിക്ക് ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ദൈവ സാന്നിധ്യ സ്മരണ കാക്കുവാൻ വളരെ വ്യക്തിപരമായ ലളിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കുരിശുപള്ളി കാണുകയാണ് എങ്കിൽ കുരിശടയാളം വരയ്ക്കുന്ന എത്രയോ അധികം മക്കളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ വണങ്ങുന്നു എന്ന് അവർ ഓർമ്മിപ്പിച്ചു തരികയാണ്. ഒരു ഗുരുവിൻ്റെയും 2 ശിഷ്യന്മാരുടെയും കഥ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഗുരു തൻ്റെ 2 ശിഷ്യന്മാർക്കായി ഓരോ മാമ്പഴം കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ആരും കാണാതെ ഇത് ഭക്ഷിക്കണം. ഒരുവൻ ദൂരെ മാറി നിന്ന് ഒളിച്ചിരുന്നാലെന്ന പോലെ ആ മാമ്പഴം ഭക്ഷിച്ചുകൊണ്ട് തിരികെ വന്നു. മറ്റൊരു ശിഷ്യനാകട്ടെ ആ മാമ്പഴം ഭക്ഷിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ആരോ കാണുന്നുണ്ട്, താൻ ആരുടെയോ സാന്നിധ്യത്തിലാണെന്ന് ഉള്ള വലിയ ഓർമ്മ ആ ശിഷ്യൻ അനുഭവപ്പെട്ടു. അദ്ദേഹം തിരിച്ചു വന്ന് ഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞു അത്രേ, എനിക്ക് ഈ മാമ്പഴം ഭക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആരും കാണാതെ ഈ മാമ്പഴം ഭക്ഷിക്കുവാനായി എനിക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർക്കുക, ആ ദൈവ സാന്നിധ്യത്തെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് ഇപ്രകാരമാണ്: നീ ആയിരിക്കുന്നിടത്ത് മാത്രമല്ല ദൈവമുള്ളത് എന്ന് നീ ഓർക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ടാണല്ലോ 139 സങ്കീർത്തനം
വളരെ മനോഹരമായി ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് 139 സങ്കീർത്തനം വളരെ മനോഹരമായി നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. ഞാൻ ആഴിയുടെ ആഴങ്ങളിൽ ഒളിച്ചിരുന്നാലും, പാറക്കെട്ടുകളിൽ ഞാൻ കയറിയിരുന്നാലും അവിടുന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കും. ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിലായിരുന്നാലും എൻ്റെ ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് വലിയ ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യയോട് ഒഴിവ് സമയങ്ങളിൽ നീ എന്താണ് ചെയ്യുക എന്ന് തൻ്റെ അധ്യാപിക ചോദിച്ചതിന് മറുപടി നൽകുന്നത് ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഈശോയോടൊത്ത് ആയിരിക്കും. ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ കട്ടിലിനരികിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ ഞാനായിരിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യ അധ്യാപികയ്ക്ക് കൊടുത്ത മറുപടി എത്ര മനോഹരമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കുക എന്നുള്ളത് വലിയ ഒരു അനുഭവമായി നമുക്ക് തീരട്ടെ. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഓർക്കാൻ ലഭിച്ച അവസരങ്ങൾ വളരെ ഏറെയാണ് എന്ന് വിശുദ്ധ അമ്മ ത്രേസ്യ സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ ആശ്രമത്തിൻ്റെ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ ആ ആശ്രമത്തിൻ്റെ വരാന്തയിൽ ഉണ്ടായിരുന്നൊരു കരിയില ദൈവ സ്നേഹത്തെ പ്രതി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് അത് എടുത്തു കളഞ്ഞപ്പോൾ വളരെയധികം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതായി അമ്മ ത്രേസ്യയ്ക്ക് ഒരു ദർശനമുണ്ടായി എന്ന് അമ്മ ത്രേസ്യ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് ഇപ്രകാരമാണ്. ഫ്രാൻസിസ് സാലസ് ഓർമ്മിപ്പിച്ചു തരുന്നു: നീ ആയിരിക്കുന്നിടത്ത് മാത്രമല്ല ദൈവമുള്ളത് എന്ന് നീ ഓർക്കുക. നീ ആയിരിക്കുന്നിടത്ത് മാത്രമല്ല, എല്ലായിടത്തും ദൈവമുണ്ട് എന്നുള്ള ഓർമ്മ തന്നെ നിന്നെ നന്മയിലേക്കും കൃപയിലേക്കും നയിക്കാനായിട്ട് നിന്നെ സാധിക്കും. മൂന്നാമതായി വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു: നമ്മുടെ രക്ഷകൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷകൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷകനായ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളും വ്യാപാരങ്ങളും പ്രവർത്തനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നീ വ്യക്തമായിട്ട് ഓർക്കുക. അതുവഴിയായി ദൈവ സാന്നിധ്യം വളരെ തീഷ്ണതയോടെ നിനക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് നീ മനസ്സിലാക്കുക. വിശുദ്ധ യോഹന്നാൻ യേശു സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഏതവസരത്തിലായാൽ പോലും യേശുവിനെ വിട്ടുപിരിയാതെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ യോഹന്നാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 23 തിരുവചനം: അന്ത്യ അത്താഴവേളയിലും യോഹന്നാന്റെ സാന്നിധ്യം യേശുവിനോട് ഏറ്റവും അടുത്തായിരുന്നു. യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരി കിടന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 18 തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നതും ഇപ്രകാരമാണ്: ദൈവം തൻ്റെ ഏകജാതനായ പുത്രനുമായി ഗാഠബന്ധത്തിലാണ് എന്ന്
അവിടെ തിരുവചനം ഓർമ്മിപ്പിച്ചു തരുന്നു. അതേ വാക്കുകൾ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നമ്മൾ കാണുക. പിതാവായ ദൈവം പുത്രനുമായി ഗാഢബന്ധത്തിൽ ആയിരുന്നതുപോലെ, പിതാവ് അറിയാതെ ഞാനൊന്നും ചെയ്യുകയില്ല എന്ന് പറയുന്നത് പോലെ, പിതാവിൻ്റെ തിരുവിഷ്ടം മാത്രമാണ് ഞാൻ നിറവേറ്റുന്നത് എന്ന് പറയുന്നത് പോലെ, ഇതാ പുത്രൻ്റെ കൂടെയും പുത്രൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ശിഷ്യനായ യോഹന്നാനുമായിരിക്കുന്നു. ഒരു യേശു ശിഷ്യൻ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായി എപ്പോഴും മാറണം. അവിടെ നിന്ന് അകലാതെ, അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് അകലാതെ എപ്പോഴും കൂടെയുള്ള ഒരു വ്യക്തിയായി തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് സാലസ് പറയുന്നത്, നമ്മുടെ രക്ഷകൻ സ്വർഗത്തിൽ നിന്ന് എപ്പോഴും മനുഷ്യനെ നോക്കുന്നു, എപ്പോഴും മനുഷ്യനെ നോക്കുന്നു. ആ സാന്നിധ്യത്തിലായിരിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും ഈശോ കാണുന്നുണ്ട്. അവിടുത്തെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ആയിത്തീരട്ടെ. നാലാമതായി വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ദൈവ സാന്നിധ്യ സ്മരണയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: എപ്പോഴും ഒരു ഭാവന ഉപയോഗിക്കുക, യേശു നിൻ്റെ കൂടെയുണ്ട് എന്ന്, നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്ന് ഉള്ളൊരു ഭാവന നിനക്കെപ്പോഴും ഉപയോഗിക്കാം. ആ ഭാവന ഉപയോഗിക്കുന്നത് ദൈവ സാന്നിധ്യം എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ദൈവമേ എന്ന് ഉള്ളിൽ നിന്നുള്ള ഒരു വിളി മാത്രം മതി. ചിലപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ വരുന്നൊരു നിലവിളി. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ വിളിക്കുന്നൊരു വിളിയുണ്ട്, എൻ്റെ ഈശോയെ എന്ന് പറയുന്ന ഒരു വിളി, ഒരു നിലവിളി. അത് ദൈവ സാന്നിധ്യത്തെ, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള ഒരു ഓർമ്മയിൽ നിന്ന് നമ്മൾ വിളിക്കുകയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് സാലസ് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്: നിന്റെ ഭാവനയിൽ നീ കാണുക, നീ ദൈവ സാന്നിധ്യത്തിലാണ് നീ ജീവിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആദിപിതാക്കന്മാരോടുകൂടെ എപ്പോഴും ഉലാത്തുമായിരുന്ന ദൈവം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്കും വ്യാപരിക്കാം. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുവാനും ആ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.